എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഡെയിലി കിട്ടുന്ന പോലെ തന്നെ ഇന്നും ചക്കിട്ട പാറക്കാണ് ട്രിപ്പ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ട്രിപ്പ് തന്നെ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. അതെ, ഫ്രണ്ടിലായിട്ട് ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് മുന്നിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, കണ്ടോ? അതേപോലെ ഓരോ വണ്ടികളായിട്ട് ക്രഷറിലോട്ട് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മുന്നിലായിട്ട് പോകുന്ന വണ്ടികളൊക്കെ ലോഡ് കയറ്റിയിട്ട് പോകുന്ന വണ്ടികളാണ് വിവിധ സൈഡിലോട്ട് വഴി. നമ്മളൊന്ന് വണ്ടി നിർത്തി കേട്ടോ, കാരണം സ്കൂൾ ടൈമാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോ കണ്ടോ, റോഡിന്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ വണ്ടി സൈഡാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ കുറച്ച് മഴക്കാറുണ്ടെങ്കിലും ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 10 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടിപ്പർ ലോറികളുടെ ഒരു കൊട്ടിക്കലാശം തന്നെയായിരിക്കും. കാരണം എല്ലാ വണ്ടിയും ഇളകി തുടങ്ങും. അപ്പോൾ ദേ കണ്ടോ, നമ്മുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ടിപ്പർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ വണ്ടിയുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ വണ്ടിയുണ്ട്, ഫുള്ള് വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികളൊക്കെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ചക്കിട്ടപ്പാറയ്ക്ക് വെച്ച് പിടിക്കുകയാണ്. സൂര്യൻ ഇങ്ങനെ മിന്നി മറഞ്ഞ് കളിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നല്ല രീതി അതിതീവ്രമായിട്ടുള്ള വെയിൽ വരും, ചില സമയങ്ങളിൽ മൊത്തം മൂടിക്കെട്ടി നിൽക്കും. അതാണ് ഇപ്പോഴത്തെ ഇവിടെയുള്ള കാലാവസ്ഥ. എന്നാൽ ഇന്ന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മള് താമരശ്ശേരി ടൗണിലെത്തിയിട്ടുണ്ട്. താമരശ്ശേരി ടൗണിലൊക്കെ നല്ല വെയിലാണ്. എന്താ വെയിലെന്നറിയാമോ? ആദ്യമായിട്ടൊരു വെയിൽ കണ്ട സന്തോഷമുണ്ട്. കാരണം ഒരുപാട് കാലമായി നമ്മൾ ഇതുപോലെ വെയിലൊക്കെ കണ്ടിട്ട്. അധികവും മൂടിക്കെട്ടിയ അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ കാലാവസ്ഥ മൊത്തം. ദേ ഇപ്പൊ നോക്കിയേ, എന്ത് രസാന്നറിയോ ഈ വെയിലത്ത് എന്ന് പറയുന്നത്. ഒരു വെയില് കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പൊ കുറച്ച് സമയം നമ്മൾ ഈ വെയിൽ കൊണ്ടാ പറയും, ഓ നശിച്ച വെയിലെന്ന് നമ്മൾ തന്നെ പറയും. എന്തായാലും ഇപ്പൊ നല്ലൊരു രസമുണ്ട് ഈ വെയിലൊക്കെ വന്ന്. ആകാശമൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മളിത് സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോഡ് കാട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടോ, മൊത്തം പാറയുടെ മുകളിലാണ് നമ്മൾ ലോഡ് കട്ടുന്നത്. ഇത് എവിടെയൊക്കെ കണ്ടോ, പാറയാണ്. ഫസ്റ്റ് ലോഡ് തന്നെ നമ്മുടെ GSB ആയിരുന്നു. അതേപോലെ ആകാശമൊക്കെ നോക്കി മഴക്കാറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ക്രഷറിൽ നിന്ന് ലോഡെടുത്ത് നമ്മുടെ തട്ടിയ സ്ഥലത്തോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടത്. എന്തായാലും നമ്മുടെ വെയിലൊക്കെ പോയി മഴക്കാറായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഇങ്ങനെ മൂടിക്കെട്ടിയ നിലയിൽ തന്നെയാണ്. രാവിലത്തെ വെയിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അടിപൊളിയായിരിക്കുന്നു. അതേപോലെ അടുത്തൊരു വണ്ടി കണ്ടോ, നല്ല ലോഡ് കയറ്റി ഇതുവഴി പോകുന്നുണ്ട്. 12 കിലാണ് കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ ക്രഷറിലോട്ടുള്ള റോഡ് കയറിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ അവസ്ഥ. വീണ്ടും സൂര്യനൊക്കെ ഇങ്ങനെ മറഞ്ഞു കളിക്കുന്നുണ്ട്. എന്നാൽ പോലും മഴയൊന്നുമില്ല, ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ക്രഷറിലായിട്ട് എത്തിയിട്ടുണ്ട്. ക്രഷറിൽ ഇപ്പൊ നല്ല വെയിലാണ്. ഓരോ വണ്ടികളായിട്ട് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടോ, നമ്മുടെ ഫ്രണ്ടിലായിട്ട് 2-3 വണ്ടികൾ ഇനിയും ലോഡിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഇറ്റാച്ചിയാണ് കേട്ടോ ലോഡായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ GSB കാറ്റാൻ വേണ്ടി വന്ന വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ലോഡാക്കുന്നത് നമ്മുടെ കാണുന്ന കൊബാൽക്കോ 380 ഇറ്റാച്ചിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി ലോഡാക്കണം. അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം. നേരെ ലോഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫറൂഖാണ് കേട്ടോ. ഫറൂഖാണ് ലൊക്കേഷൻ വരുന്നത്. നമ്മൾ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോൾ നേരെ ഫറൂഖിലേക്ക് പോകണം, ലോഡ് തട്ടണം. അതാണ് നമ്മുടെ അവസാനത്തെ ലോഡ്. അപ്പോൾ എന്താവുമെന്ന് ഇനി നോക്കാം. നല്ല വെയിലാണ് കേട്ടോ. അപ്പൊ നമ്മള് ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ലോഡ് കിട്ടിയിരിക്കുന്നത് ഫറൂഖാണ്. ഫറൂഖ് നമ്മുടെ പുതിയ സൈറ്റാണ് കേട്ടോ. പുതിയ സൈറ്റ്, നമുക്ക് പുതിയ സൈറ്റാണ്.
നമ്മളിത് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല റോഡുമായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മളെന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഇതേ ഏതാ ടൗണ് അനീഷേട്ടാ? മാവൂര്. അപ്പോൾ മാവൂർ ടൗണിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തൊക്കെ നല്ല ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല വെയിലുള്ള കാലാവസ്ഥ തന്നെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ മാത്രം ചെറുതായിട്ടൊന്ന് മൂടിക്കെട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ മാവൂർ ടൗണൊക്കെ ഇങ്ങനെ നിന്ന് തിളങ്ങുകയാണ്. അതേമാതിരിയുള്ള വെയിലാണ് കേട്ടോ. ബസ് സ്റ്റാൻഡൊക്കെ കണ്ടോ? ആഹാ. ഇന്ന് പ്രത്യേകിച്ച് പൊതുവെ ഒരു തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പൊതുവെ ഒരു തിരക്ക് കുറവായിട്ടാണ് കാണപ്പെടാൻ സാധിച്ചത്. കണ്ടോ ഇവിടെ കണ്ടോ വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഓടി ഇതേ പന്തിരങ്കാവ് എത്തിയിട്ടുണ്ട്. സ്കൂൾ ടൈമാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇതേ സൈഡാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പാലൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ സർവീസ് റോഡിലാണ് കേട്ടോ ഉള്ളത്. ഇനി നേരെ ഇവിടുന്ന് രാമനാട്ടുകര പോകണം. അവിടുന്ന് നേരെ ഫറൂഖിലേക്ക് വെച്ച് പിടിക്കണം, ഫറൂഖിലേക്ക്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ തണലത്ത് ഇങ്ങനെ സൈഡാക്കി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ 5 മണിയാവണം കേട്ടോ ഇവിടുന്ന് വണ്ടി എടുക്കാൻ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ നല്ല അടിപൊളി 6 ബ്രിക്കുകൾ കൊണ്ടുള്ള പരിപാടിയാണ് നമ്മുടെ നാഷണൽ ഹൈവേയിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളെന്തായാലും സർവീസ് റോഡിലൂടെ ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ്. അപ്പൊ നമ്മളെന്തായാലും ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ രാമനാട്ടുകര അവിടം വരെ പോയിട്ട് അവിടുന്ന് നമുക്ക് ഫറൂഖിലേക്ക് റൈറ്റ് തിരിഞ്ഞ് വേണം പോവാൻ. നമ്മളിപ്പോൾ എന്തായാലും ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകരയ്ക്ക് അടുത്തായിട്ട് ഇതാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഒരു രൂപം. എന്തായാലും അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. ഇവിടേക്ക് ഇതൊരു വണ്ടിയൊക്കെ സൈഡാക്കി കിടക്കുന്നുണ്ട്. അതേപോലെ സർവീസ് റോഡിൽ കേബിളിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ദൂരെയായിട്ടൊരു ഫൂട്ടോർ ബ്രിഡ്ജൊക്കെ കാണാം. അതിന്റെ വർക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും മുകളില് റൂഫിന്റെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും വർക്ക് നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ഫൂട്ടോർ ബ്രിഡ്ജൊക്കെ ഈ ഒരു സെറ്റപ്പിലാണ്. കണ്ടോ ഒരുപാട് ഹൈറ്റിൽ നിന്ന് വരുന്ന സ്റ്റെപ്പാണ് കേട്ടോ. ഒരുപാട് ഇറങ്ങി വേണം വരാൻ. എന്തായാലും ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമ്മുടെ പരിപാടി പകുതി അങ്ങ് തീർന്നു പോകും. അതേപോലെ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ എന്തൊക്കെയോ സെറ്റപ്പുകൾ നടക്കുന്നുണ്ട്. എന്തായാലും കോൺക്രീറ്റിന്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ ചെറിയൊരു ബൂമ്പൊക്കെ വെച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഫ്രണ്ടിലായിട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ നേരെ റൈറ്റ് സൈഡിലായിട്ട് അവിടെ സൈൻ ബോർഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ ഒരു മാൻ ലിഫ്റ്റ് ഒക്കെ വെച്ച് അവിടെ വർക്കേഴ്സ് പണിയെടുക്കുന്നുണ്ട്. അതേപോലെ മോശമില്ലാത്തൊരു റോഡ് തന്നെയാണ് കേട്ടോ നമ്മുടെ രാമനാട്ടുകര ഈ ഏരിയയിൽ വരുന്ന ബൈപ്പാസ് അല്ല, നമ്മുടെ നാർവരി പാത. എന്തായാലും അടിപൊളി. ഫ്രണ്ടിലായിട്ട് ക്യാമറ ഒക്കെ കാണാം. നമ്മുടെ സൈറ്റിന്റെ അതായത് കാസർഗോഡ് റീച്ചിന്റെ ക്യാമറയുടെ വർക്കെല്ലാം ഏതാണ്ട് കഴിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഏകദേശം 1.5-2 കിലോമീറ്റർ ഒക്കെ സൂമിങ് കിട്ടുന്നുണ്ട് കേട്ടോ ക്യാമറക്ക്. അതുകൊണ്ട് ഫൈനൊക്കെ നല്ല സിമ്പിളായിട്ട് സൂം ചെയ്ത് അടിക്കാൻ പറ്റും. അപ്പോൾ ആരും വണ്ടി സ്പീഡിലൊന്നും ഓടിച്ച് വെറുതെ ഫൈൻ കൂട്ടി മേടിക്കണ്ട. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. നമ്മളെന്തായാലും ഒരു പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്നൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. അതേപോലെ ഈ റിസോർട്ട് ഒരുപാട് ആളുകൾക്ക് പരിചയമുണ്ടാവും. കണ്ടോ ഈ റോഡൊക്കെ നമ്മുടെ പഴയ റോഡ് തന്നെയാണ്. ഇതൊക്കെ ഇനി ടാർ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരണം. ഇവിടെ ഒരു വണ്ടി കണ്ടോ ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹൈവേയിലൂടെ പോകുമ്പോൾ ആളുകൾ പരമാവധി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. കാരണം വർക്ക് മൊത്തം കഴിയാത്തതാണ്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഹൈവേയിലുള്ള ഒരു പ്രത്യേക മാറ്റം എന്താണെന്ന് വെച്ചാൽ റോഡിന്റെ നടുവിലായിട്ട് ഓരോരോ ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ.
അതേപോലെ എന്താ പറയാ, നമ്മുടെ വണ്ടികളൊക്കെ കലപ്പിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരും ഒരു ഓർഡറൊന്നും അനുസരിച്ചല്ല പോകുന്നത്. ഓട്ടോറിക്ഷ പോകുന്നുണ്ട്, ബൈക്ക് പോകുന്നുണ്ട്, ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ടോ, ബൈക്ക് പോകുന്നുണ്ട്. അതുപോലെ പല പല വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇനി ക്രമം തെറ്റിച്ച് പോയി കഴിഞ്ഞാൽ ഫൈൻ ഈടാക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇപ്പോഴേ ഒന്ന് നേരായ വഴിയിൽ പോയി ശീലിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹൈവേയിൽ എന്ത് ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാലും 1033 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവിടത്തേക്ക്, നമ്മുടെ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് വേണ്ട എല്ലാവിധ സംവിധാനവും അവരെത്തിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മളെന്തായാലും ഇതുവഴി ഇങ്ങനെ കടന്നു പോവാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് റോഡാണ്. ഫ്രണ്ടിലായിട്ട് ബോർഡൊക്കെ കാണാം. അതുപോലെ തന്നെ കന്യാകുമാരിയിലേക്ക് 460 കിലോമീറ്റർ ആണുള്ളത്. അപ്പൊ നമുക്കെന്തായാലും ഇവിടുന്ന് ലെഫ്റ്റ് കയറി വേണം പോവാൻ. നമ്മുടെ സർവീസ് റോഡിലൊക്കെ കാര്യമാണ് കേട്ടോ. പോവാ. സർവീസ് റോഡിന് ഇവിടെ വളരെ വീതി കുറവാണ്. ഇത് പഴയ ഒരു നിലനിൽപ്പിൽ തന്നെ ചെയ്തെടുത്ത ഒരു സംഭവമാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ വീതിയൊന്നും കാര്യമായിട്ട് കൂട്ടിയിട്ടൊന്നുമില്ല. നമുക്ക് 2 വണ്ടിക്ക് എന്തായാലും ഇതുവഴി പോകാൻ പറ്റില്ല കേട്ടോ. ഒരു വണ്ടിക്ക് മാത്രമേ, ഒരു വലിയ വണ്ടിക്ക് മാത്രമേ ഇതുവഴി കടന്നു പോകാൻ പറ്റുള്ളൂ. കണ്ടോ, ഇത്രയേ വീതിയുള്ളൂ. നമ്മളെന്തായാലും പാലത്തിന്റെ അടിയിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു വേണം നമുക്ക് പോവാൻ. ഇപ്പൊ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട്, അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ റൈറ്റ് തിരിഞ്ഞ് രാമനാട്ടുകര ടൗണിലൂടെ നേരെ ഫറൂഖിലൂടെ പോയിട്ട് വേണം ലോഡ് തട്ടാൻ. അപ്പൊ ഈ പാലത്തിന്റെ ഗർഡറൊക്കെ കണ്ടോ, മൊത്തം സ്റ്റീൽ വർക്കാണ്. സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ സെറ്റപ്പാണിത്. ഈ നമ്മുടെ ജംഗ്ഷനിലായിട്ടുള്ളത് മൊത്തം സ്റ്റീലാണ്. ഒരു പാലം കേട്ടോ. മറ്റേ പാലം നോർമൽ ഗർഡർ ടൈപ്പ് ആണ്. നമ്മളെന്തായാലും രാമനാട്ടുകര ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ടൗണിലെ തിരക്ക് കണ്ടോ, നല്ല അടിപൊളി തിരക്കാണ്. അതേപോലെ തന്നെ ഇടിവെട്ടി വെയിലുമാണ്. ഇന്ന് നല്ല രീതിയിലുള്ള വെയില് ഇപ്പോഴാണ്, വൈകുന്നേരമാണ് കേട്ടോ ഇങ്ങനെ വെയിലറച്ച് തുടങ്ങിയത്. നേരത്തെയൊക്കെ ചില സമയങ്ങളിൽ ഒരു മൂടിക്കെട്ടിയ അവസ്ഥ തന്നെയായിരുന്നു. നമ്മുടെ കോഴിക്കോട് വന്നപ്പോൾ മൊത്തത്തിൽ സംഭവം അങ്ങ് മാറി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഫറൂഖ് പാലത്തിന്റെ മുകളിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കൈവേരൊക്കെ കണ്ടോ, നല്ല അടിപൊളി മഴവിൽ കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ നോക്കിയേ, അടിപൊളിയാണ്. ഇവിടെ ഒരു ചെറിയൊരു റിവർ വേൾഡ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെറിയൊരു പാർക്കും സെറ്റപ്പ് ഒക്കെ. സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് കണ്ടോ, അടിപൊളി ഒരു സ്ഥലമാണ്. അതേപോലെ നമ്മളിതാ നേരെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ട് സ്ഥലങ്ങളൊന്നും അറിയില്ല. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി വേണം പോവാൻ. നമ്മുടെ വർക്ക് ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, ഗതാഗത നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന സംഭവങ്ങളും ഈ വർക്കൊക്കെ നമ്മുടെ കമ്പനിയാണ് കേട്ടോ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് സൈറ്റുകൾ നമ്മുടെ കേരളത്തിൽ ഉടനീളം നമ്മുടെ കമ്പനി ചെയ്തു വരുന്നുണ്ട്. അപ്പോഴിത് ഇവിടെ ഒരു ബ്രിഡ്ജിന്റെ വർക്കൊക്കെ വരുന്നുണ്ട്. ഫ്ലൈ ഓവറിന്റെ വർക്കാണെന്ന് തോന്നുന്നു. ദൂരെയായിട്ട് നമ്മുടെ മെഷീനറി ഒക്കെ കാണാം കേട്ടോ, നമ്മുടെ റോട്ടറി മെഷീന് ഫയലിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അതേപോലെ സൈഡിലൊക്കെ കണ്ടോ, ഡ്രെയിനേജിന്റെ പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. 2 പാർട്ടായിട്ടാണ് സംഭവങ്ങൾ വരുന്നത്. ഒന്ന് കേബിളിന്റെ ഇതാവാനാണ് സാധ്യത. അതേപോലെ സെൻട്രൽ
നമ്മുടെ ഫ്ലൈ ഓവറിന്റെ വർക്ക് തന്നെയാണ്. 2 ഫയലിംഗ് മെഷീൻ ദൂരെയായിട്ട് കാണാം. ഇവിടെയൊക്കെ കണ്ടോ, റോഡൊക്കെ മൊത്തം നനച്ചു വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ പൊടിയൊന്നും പാറാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് ഇവിടം വരെ ഡ്രെയിനേജിന്റെ വർക്കെല്ലാം കണ്ടോ, ഇങ്ങനെ ഇവിടം വരെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യണം. ഇവിടെ ബ്ലോക്കിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇപ്പൊ ചെയ്യാത്തത്. എന്തായാലും ഇതേ ഇവിടെയൊക്കെ കണ്ടോ, ഫയലിംഗ് ഒക്കെ ചെയ്ത് ഫയൽ ക്യാപ്പിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇതേ ദൂരെയായിട്ട് നമ്മുടെ ഫയലിംഗ് മെഷീൻ കണ്ടോ, നമ്മുടെ കാസർഗോഡ് നമ്മുടെ NHന്റെ വർക്കിന്, നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിന് ഉപയോഗിച്ച നമ്മുടെ കമ്പനിയുടെ മെഷീൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ഈ ഫറൂഖാണ് കേട്ടോ ഉള്ളത്. കണ്ടോ, നമ്മുടെ കാസർഗോഡിന്റെ ഫ്ലൈ ഓവറിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത മെഷീനാണ് ആ കാണുന്നത്. അപ്പൊ അവിടുത്തെ ആ മെഷീന്റെ ഉദ്ഘാടനം തന്നെ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിലായിരുന്നു. ഏകദേശം 9 കോടിക്ക് അടുത്ത് വില വരുന്നുണ്ട് കേട്ടോ ആ മെഷീന്. ഇതാണ് നമ്മുടെ മെഷീന്. അതുപോലെ 2 മെഷീൻ ഇവിടുന്ന് ഫയലിംഗിന്റെ പരിപാടി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ കണ്ടോ, ദേ റോഡ് ഇങ്ങനെ നനച്ച് പോവാണ്. ഇവിടെയൊക്കെ പൊടി വാർന്ന വിഷയമുള്ളത് കൊണ്ട് അപ്പൊ നമ്മുടെ കമ്പനി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട്, ഇങ്ങനത്തെ മാത്രമല്ല ഏകദേശം എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ GSP ഇട്ട ഭാഗങ്ങളൊക്കെ കണ്ടോ കുറച്ച് ഡ്രൈ ആയി. ഇതിനു മുമ്പ് ഇവിടെയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഡ്രൈ ആയതിനു ശേഷം വീണ്ടും ഇങ്ങനെ മെല്ലെ റോഡൊക്കെ നനച്ചിങ്ങനെ പോവാണ്. അപ്പൊ നമ്മുടെ വണ്ടി ഇത് ലോഡ് കെട്ടാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഫറൂഖ് ടൗണിൽ തന്നെയാണ് പരിപാടി മൊത്തം. അപ്പോൾ ലോഡൊക്കെ തട്ടിയതേ നമ്മുടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ചെറുവണ്ണൂർ ടൗണിലാണ് കേട്ടോ നമ്മുടെ ലോഡ് തട്ടിയത്. അപ്പോൾ ഫറൂഖ് പാലം കഴിഞ്ഞിട്ടുള്ള ടൗണാണ്. നമ്മുടെ കോഴിക്കോട് ബസ്സൊക്കെ കണ്ടോ, ദേ ഇതാണ് കേട്ടോ തിരൂര് കോഴിക്കോട് ഒക്കെ പോകുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ പോലീസ് വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ചെറുവണ്ണൂർ ടൗണിലായിട്ടാണ് നമ്മുടെ ഫ്ലൈ ഓവർ വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണിയാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് ദൂരമൊന്നും റോഡിൻ്റെ വർക്കില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ തീർക്കും എന്ന രീതിയിലാണ് നമ്മുടെ ഈ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ കാലമൊന്നും വേണ്ട ആവശ്യം വരില്ല. വർക്കിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഏകദേശം നല്ല സ്പീഡിൽ തന്നെയാണ് നമ്മുടെ വർക്ക് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, മൊത്തം ഫയലിംഗ് ഒക്കെ ചെയ്ത് കുഴിച്ചെടുത്ത മണ്ണാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ ഇനി വാരിക്കോരി ഒഴിവാക്കണം. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഇതുപോലെ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ അത്രയും വലിയൊരു ഫ്ലൈ ഓവർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ കാസർഗോഡ് ഫ്ലൈ ഓവറിനെ അപേക്ഷിച്ച് ഇതൊന്നൊരു ഫ്ലൈ ഓവറേ അല്ല. ഇതൊക്കെ നമുക്ക് വലിയൊരു പണിയൊന്നുമല്ല, ചെറിയൊരു രീതിയിലുള്ള പണിയാണ്. നമ്മുടെ മിഷൻ കിടക്കണ കിടപ്പ് കണ്ടോ, 9 കോടിയുടെ മുതലാണത്. അപ്പൊ നമ്മളെന്തായാലും ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഫയലിംഗ് ഒക്കെ ചെയ്ത സ്ഥലമാണ്. ഫയൽ ക്യാപ്പിന് വേണ്ടിയിട്ട് ഇറ്റാച്ചി കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫയൽ ക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഡ്രെയിനേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇതിന്റെ മുകളിലായിട്ട് സ്ലാബിന്റെ വർക്കൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ലോഡൊക്കെ തട്ടി ഇനി നേരെ നമ്മുടെ ക്രഷറിലോട്ട് വെച്ച് പിടിക്കണം. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ലോഡൊക്കെ തട്ടി നേരെ നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് തന്നെ വന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ നേരം എന്തായാലും സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. സമയം ഏതാണ്ട് ഇപ്പൊ 6 മണിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ റോഡൊക്കെ നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ.
അപ്പൊ നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഈ ഒരു ഹൈവ ഇതേപോലെ വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പല സ്ഥലങ്ങളിലും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ സുന്ദരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി ക്രഷറിലോട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ.